ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് വെങ്കി. അരുൺ മുതലപ്പുഴയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അരുണും ആദിലും മാറി മാറി അവിടെ നിന്നുള്ള വിവരങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണങ്ങളൊക്കെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ നടപടിയുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് പൊഴി മുറിക്കൽ നടപടി നടക്കും. പ്രതിഷേധമുണ്ടായാൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. മണൽ മുഴുവനും നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് സംയുക്ത സമരസമിതി പറയുന്നത്. പ്രതിഷേധം അതിരുവിടുമോ അരുൺ? റോഷ്നി, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറെ വിശേഷപ്പെട്ട ഒരു ദിനം കൂടിയാണ്. പെസഹവേഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരദേശത്തെ മക്കളെ സംബന്ധിച്ച് ഒരു ചെറുത്തുനിൽപ്പിൻ്റെ സമരമായി വേണം നമ്മളിതിനെ വിശേഷിപ്പിക്കാൻ. കാരണം മുതലപ്പുഴയെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുഴുനീളമുള്ള 3.5 കോടി വരുന്ന മലയാളികൾക്ക് അറിയാവുന്ന വിഷയമാണ്. കാരണം നിരന്തരം ഈ കടലിനോട് മല്ലിട്ട് പല ജീവനുകളും അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം മുതലപ്പുഴയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊഴി അടഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം തൊട്ട് തന്നെ ഈ സർക്കാരിന് മുന്നിൽ ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഇടവകയും ഒരുപോലെ ആവർത്തിച്ച ഒരു വിഷയമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ എന്തുകൊണ്ടാണ് ഈ പൊഴിയിലെ മണൽ നീക്കം ചെയ്യാൻ കൃത്യസമയത്ത് അദാനി ഇടപെടാത്തത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഈ സർക്കാർ ഉറങ്ങിയിരുന്നതല്ല. ഈ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ഹാർബറിൻ്റെ, അതായത് ഹാർബറിലുണ്ടായിരുന്ന 3 ഡ്രഡ്ജറുകൾ അത് വിഴിഞ്ഞത്തെ തുറമുഖത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഒടുവിൽ മേഴ്സിക്കുട്ടി അമ്മ 2018 അദാനിയോട് ആവശ്യപ്പെട്ട് ഇവിടുത്തെ മണൽ നീക്കം ചെയ്യാനായിട്ട് ആ ഡ്രഡ്ജറുകൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പട്ടാപ്പകലാണ് ആ ഡ്രഡ്ജറുകൾ അദാനി ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത്. അതിൽ ഒരെണ്ണം തുമ്പയിൽ മുങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത് ഇതുവരെയും മാറ്റാത്ത ഒരു പ്രശ്നം കൂടിയുണ്ട്. തുമ്പയിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്നും നേരിടുന്ന ഒരു പ്രതിസന്ധിയും അത് തന്നെയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ മണൽ നീക്കം ചെയ്യുന്നതിൽ ആരാണ് വീഴ്ച വരുത്തിയതെന്നുള്ളത് ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അത് സർക്കാരാണോ അല്ല അദാനിയാണോ, അല്ലെങ്കിൽ ഇവർക്കിടയിലുണ്ടായ കരാറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് സർക്കാർ ഇപ്പോഴും വ്യക്തത വരുത്തിയിട്ടില്ല. ഇന്നലെ നടന്ന ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ട ആവശ്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഈ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഈ കഴിഞ്ഞ നാളുകളിൽ 78 മരണങ്ങൾ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതിൽ പലർക്കും നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കണക്കെടുത്ത് അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ഇന്നലെ സജി ചെറിയാൻ കളക്ടർക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ മാത്രമാണ് ഇതുവരെ ഒരു നിലപാടുണ്ടായിരിക്കുന്നത് ഈ സർക്കാരിന്. പക്ഷേ ബാക്കിയുള്ള ഒരു വിഷയങ്ങളിലും സർക്കാർ നിലപാട് കൈക്കൊണ്ടിട്ടില്ല. റോഷ്നി ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് ഈ പൊഴി മുറിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ അത് എന്ത് വില കൊടുത്തും ജീവൻ പണയം വെച്ചായാലും അത് തടയും എന്നുള്ളത് തന്നെയാണ് മുതലപ്പുഴയിലെ ഓരോ മത്സ്യത്തൊഴിലാളിയും പങ്കുവച്ചിട്ടുള്ളത്. കാരണം കഠിനകുളം കായലും ഈ അറബിക്കടലും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ 8 മീറ്റർ നീളത്തിൽ മണൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആഴത്തിൽ ഈ മണൽ കയറിയിരിക്കുമ്പോൾ അത് ഈ പറയുന്ന ആദ്യം ഫിഷറീസ് വകുപ്പ് പറഞ്ഞത് 4 ദിവസം കൊണ്ട് പരിഹരിക്കുമെന്നുള്ളതായിരുന്നു, ഒരു മാസങ്ങൾക്ക് മുൻപ്. പക്ഷേ ഇതുവരെയും അതിൽ ഒരു മാറ്റമുണ്ടായിട്ടില്ല. കാരണം കേവലം നമ്മുടെ ഈ തോടുകളിലോ കായലിലോ മണൽ നീക്കം ചെയ്യുന്ന ഒരു ചെറിയൊരു ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് നിലവിൽ ഇവിടെ മണൽ നീക്കം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷം എടുത്താലും ഈ മണൽ നീക്കം ചെയ്യാൻ കഴിയില്ല. ഇന്നലെ കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഒരു 20 ദിവസത്തിനുള്ളിൽ കണ്ണൂരിലെ മാരിടൈം അഴീക്കൽ ഹാർബറിലുള്ള വലിയ ഡ്രഡ്ജർ എത്തിച്ച് ഈ മണൽ നീക്കം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഉടനടി സാധ്യമാകുന്ന കാര്യവുമല്ല. പക്ഷേ നിലവിലൊരു പ്രതിസന്ധി ഈ ഭാഗത്ത്, അതായത് കായൽ സ്ഥിതി ചെയ്യുന്ന കഠിനകുളം കായൽ സ്ഥിതി ചെയ്യുന്ന 4 പഞ്ചായത്തുകൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം കെട്ടി ആ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ് വീടുകളിൽ വെള്ളം കയറുക. മുൻപും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് 2 കരകളിലും വീടുകളുണ്ട്. ആ വീടുകളിൽ വെള്ളം കയറാതിരിക്കണമെങ്കിൽ സർക്കാർ അടിയന്തരമായിട്ട് ഈ ഭാഗത്തെ പൊഴി മുറിച്ചേ മതിയാകും. പക്ഷേ അവിടെ മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, 78 മനുഷ്യന്മാർ ഈ ഭാഗത്ത്, ഈ അന്ന് മണലുണ്ടായിരുന്നില്ല, ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ 2018 ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് മേഴ്സിക്കുട്ടി അമ്മയോട്. അത് ഇടവകയും പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളും പറഞ്ഞു, ഈ ഭാഗത്തെ പുലിമുട്ട് മുറിച്ച് കളയരുതെന്ന്. പക്ഷേ അന്ന് ആ വാക്കുകളൊന്നും കേൾക്കാതെ മേഴ്സിക്കുട്ടി അമ്മയും ആ ഭരണകൂടവും ആ പുലിമുട്ട് മുറിച്ചതിനെ തുടർന്നുണ്ടായ ദുരന്തമാണ് ആവർത്തിച്ചുള്ള മരണം. അന്ന് 2018 ശേഷം പിന്നെ നമ്മൾ കണക്കുകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം മരണപ്പെടുന്ന വാർത്തകളായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവന് വിലയില്ലേ എന്നുള്ള ഒരു ചോദ്യം ന്യായമാണ്. അതാണ് ഇന്നിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും അത് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമര രീതി അല്ലെങ്കിൽ ഇവിടെ പൊഴിമുറിക്കാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥർ ഏത് തലത്തിലായിരിക്കും തടയുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ സൈന്യമാണെന്ന് വിശേഷിപ്പിച്ചത് ഈ ഭരണകൂടമാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കരുത്ത് അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഈ സമരത്തെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ചെറുക്കുക എന്നുള്ളത് ഈ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാനോ ഊഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ജമാഅത്ത് കമ്മിറ്റി അടക്കമുള്ളവർ മുന്നോട്ട് വരും, അതിനെ ചെറുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. റോഷ്നി ആൻഡ് വെങ്കി. യെസ് അരുൺ, അതുപോലെ തന്നെ മറ്റൊരു പ്രതിഷേധ വാർത്തയും കൂടി ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം. അപ്പോൾ അവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ അരുൺ? അപ്പോൾ പ്രതീക്ഷയൊക്കെ ഏറെക്കുറെ അടഞ്ഞു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും അരുൺ. ഈ ആശാസമരമാണെങ്കിൽ 65-ാം ദിനത്തിലും എത്തി നിൽക്കുന്നു. ഇപ്പോൾ സമരത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം 2 സമരങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് പുറത്ത് നടക്കുകയാണ്. ഈ പ്രധാനമായും ബെങ്കി ചോദിച്ചതുപോലെ ഇനി 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഏറെക്കുറെ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 19-ാം തീയതി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ തെരുവിൽ ആയിപ്പോയ കുറേ ജീവിതങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള സ്വപ്നം അത് രാപ്പകലില്ലാതെ പഠിച്ചു, ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ച അവരുടെ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്തു കഴിഞ്ഞാൽ അധികാരികൾ കണ്ണു തുറക്കും, തങ്ങളുമായൊരു ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 30% പോലും റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ഈ 30% പോലും ഒരു നിയമനം നടത്താനായിട്ട് ഈ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവർ ഗുരുതരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60% നിയമനം നടത്തണമെന്നുള്ളതായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വന്നപ്പോൾ ഉയർത്തിയ ഒരു ആവശ്യം. പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല. മറ്റൊന്ന്, വേഗത്തിൽ ഒന്നുകിൽ നിയമനം നടത്തുക, അല്ല എങ്കിൽ ഈ നിയമനത്തിൻ്റെ കാലാവധി നീട്ടി നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യം. എന്തായാലും അതിപ്പോൾ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. ആശാവർക്കർമാരുടെ സമരം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 67 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇനി അതുപോലെ തന്നെ അവരുടെ അനിശ്ചിതകാല നിരാകാര സമരവും 28 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. മാറി മാറി അവർ ഈ അനിശ്ചിതകാല നിരാകാര സമരത്തിൽ പല ആശാ പ്രവർത്തകരും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല. ഓണററിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ അവർ അഴവ് വരുത്തി 21,000-ൽ നിന്നും ഈ 7,000 രൂപയിലുള്ള ഒരു 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു അനുകൂല ചർച്ചയോ അല്ലെങ്കിൽ സമീപനമോ ഉണ്ടായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി അവസാനമായി അത് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്ക് ഒരു വഴി തുറക്കുമോ എന്നുള്ളതാണ് ആശാപ്രവർത്തകരും ഉറ്റുനോക്കുന്നത്. അതിൽ ആശങ്കയുണ്ട്. നേതൃത്വത്തിന് പുറമെ അവിടെ വന്നിരിക്കുന്ന ഓരോ ആശാപ്രവർത്തകരും കണ്ണീരോടുകൂടി പറയുന്ന ഒരു കാര്യം, കാരണം വീട് വിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ എത്തിയിട്ട് ഇപ്പോൾ ഏറെക്കുറെ 67-68 ദിവസങ്ങളാവുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വലിയൊരു അനിശ്ചിതത്വം നീണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകരുടെ ആവശ്യം. എന്തായാലും സമരം നടത്തുന്നവരുടെ ആവശ്യം ഇതിൽ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവണം, സർക്കാർ കനിയണമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.